ഗൈസ് വെൽക്കം ബാക്ക്. ദിസ് ഇസ് മീനാക്ഷി. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ക്ലിനിക്കൽ കോംപ്ലക്സ് ഒക്കെ ഒന്ന് കാണിച്ചു തന്നാലോ. അതുപോലെ എനിക്കിന്ന് മൈക്രോബയോളജി ലാബാണ്. സോ അതും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സോ എൻ്റെ കൂടെ ക്ലിനിക്കൽ കോംപ്ലക്സിലോട്ട് വന്നത് അരവിന്ദാണ്. അരവിന്ദും ഞാനും കരുനാഗപ്പള്ളി എന്നുള്ളതാണ്. സോ നമ്മുടെ ഈ ഇൻഡോർ ഇക്വൻ വാർഡിൽ 2 ഹോഴ്സസ് ആണുള്ളത്. 2 പേരും റേസ് ഹോഴ്സസ് ആയിരുന്നു. 2 പേരും റിട്ടയറായി. നല്ല പ്രായമുണ്ട് 2 പേർക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് 2 പേർക്കും. അത് നമ്മളിവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫീമെയിലാണ്, തറോ ബ്രീഡിൽ വരുന്നതാണ്. ഇവളുടെ പേര് റാണി. ഇവൾ അത്യാവശ്യം കടിക്കുകയൊക്കെ ചെയ്യും ഗൈസ്. പിന്നെ ഇത് ലക്ഷ്യ, ഇവൻ മാർവാടി ബ്രീഡിലാണ്. ഇവൻ അങ്ങനെ കടി പിടി സ്വഭാവമൊന്നുമില്ല. ഇവൻ അത്യാവശ്യം പാവമാണ്. അപ്പോൾ ഈ ഹോഴ്സസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവരുടെ ഈ മാർക്കിങ്സ് കാണുമ്പോഴും ഇയേഴ്സ് കാണുമ്പോഴും ബ്രീഡ് പറയുമ്പോഴും ഒക്കെ ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് ബ്രീഡൊക്കെ അറിയുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് LPM എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ബ്രീഡൊക്കെ അങ്ങനെ പഠിച്ചതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ ബ്രീഡുകളെ കുറിച്ച് അറിയാനും അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ആ ഒരു വാർഡിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു ഏരിയ ആണ് ഗൈസ് ഇത്. ഇവിടുത്തെ ക്ലിനിക്കിൽ വന്ന് ഫസ്റ്റ് എന്നെ അട്രാക്റ്റ് ചെയ്ത 2 കാര്യങ്ങളാണ്: വലിയ വെയിങ് മെഷീൻ, അതുപോലെ തന്നെ ലാർജ് ആനിമൽസിൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ. നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ വലിയ വെയിങ് മെഷീൻ ഉള്ളതൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ലാർജ് ആനിമൽസിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററും ഞാൻ പോയ ക്ലിനിക്സിലൊന്നും അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസ്പെൻസറിയിലൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ഈ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ കോളേജ് ബിൽഡിങ്ങിൽ പോയി. പിന്നെ ഗൈസ്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഈ തലയോട്ടിയിൽ ലൈറ്റും കത്തിച്ചിട്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വെറ്റിനറി അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റാണ്. സോ ഈ കോറിഡോർ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഞങ്ങളുടെ വൈവാഡയാണ്. അതൊരു ഓർമ്മയാണ് ഗൈസ്. സോ അതേ ഫ്ലോറിലാണ് ഞങ്ങളുടെ വെറ്റിനറി മൈക്രോബയോളജി ലാബും. മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, സൂക്ഷ്മാണുക്കളെക്കുറിച്ച് പഠിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഗൈസ് ഇത്. അതായത് നമ്മുടെ വൈറസ്, ബാക്ടീരിയ, അതുപോലെ ഫംഗസിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോബയോളജി. സോ മൈക്രോബയോളജി ലാബിനകത്ത് ഞങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ് ഈ ബാക്ടീരിയോളജി ആൻഡ് മൈക്രോളജി ലാബിനുള്ളിൽ തന്നെയാണ്. അവിടെ ഇനോക്കുലേഷൻ റൂമുണ്ട്, പിന്നെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. മൈക്രോബയോളജി ഒക്കെ പഠിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. സോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴാണ് ഗൈസ് നമ്മുടെ പട്ടിക്കൂട്ടത്തിലെ ഒരാൾ എന്നെ തടവിക്കോ ചേച്ചി എന്നും പറഞ്ഞ് കിടക്കുന്നത്. പിന്നെ അവനെ തടവി. പിന്നെ അവൻ്റെ ചെവിയിലൊരു ചെള്ളിരിക്കുന്നത് കണ്ടു. അപ്പം നമ്മുടെ നാട്ടിൽ ഈ ചെള്ളിനെ ഉണ്ടച്ചെള്ളെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തോ ആണെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇവനെ തടവിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ ഭയങ്കര ഉറക്കം ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ശല്യപ്പെടുത്താൻ നിന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയ പുതിയ നല്ല നല്ല വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. ബൈ.